ഒറ്റക്കക്ഷി എന്ന രീതിയിൽ NDA തന്നെയാണ്. അഭിലാഷ്, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഒറ്റക്കക്ഷി എന്ന രീതിയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് വരുമോ എന്നുള്ളത് സംശയമാണ്. 51 സീറ്റ് വേണം, അതിലേക്ക് വരാൻ സംശയമാണ്. എങ്കിൽ പോലും ഒറ്റക്കക്ഷി എന്ന രീതിയിൽ BJP തന്നെ മുന്നേറുന്ന കാഴ്ചയാണ്. തീർച്ചയായും. അതായത് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തലസ്ഥാന നഗരിയിലേക്കാണ് എന്ന് ആത്യന്തികമായി നമുക്ക് പറയാൻ പറ്റുന്നു. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി NDAക്ക് വിജയക്കൊടി പാറിച്ചുകൊണ്ട് ഒരു കോർപ്പറേഷനിൽ അധികാരത്തിലേറാൻ പറ്റുമോ? അതിനുള്ള സാധ്യതകൾ വിരളമാണ്. എങ്കിലും കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി NDA മാറിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് പുറത്തുവരുന്നത്. തിരുവനന്തപുരത്ത് 101 ഡിവിഷനുകൾ ആണ് ഉള്ളത്. അതിൽ തെരഞ്ഞെടുപ്പ് നടന്നത് 100 ഡിവിഷനുകളിലേക്ക്. അതിലിപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് NDA ആണ് എന്ന് പറയുമ്പോഴും 50-നപ്പുറത്തേക്കുള്ള ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ഈ കോർപ്പറേഷനിൽ NDAക്ക് സാധിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 6 കോർപ്പറേഷനുകളിൽ അതിൽ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ എന്നതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചന കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്ന് പൊതുവെ NDA കരുതുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന അവരുടെ എക്കാലത്തെയും ആഗ്രഹം ഇത്തവണ നടക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. പക്ഷേ മഞ്ജുഷ, എന്തുകൊണ്ടാണ് കൊച്ചി നഗരസഭയിൽ വലിയ മുന്നൊരുക്കങ്ങൾ UDF നടത്തിയിരുന്നത്? ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കളത്തിലിറങ്ങി അത്രമേ വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടവും തെരഞ്ഞെടുപ്പ് പ്രചാരണവും നടത്തിയിട്ടും കൊച്ചിയിൽ മേൽക്കൈ നേടാൻ ഇത്തവണയും UDFന് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് LDF ഇപ്പോൾ വലിയ മുന്നേറ്റം. കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണയും UDFന് വിനയായത് റിബലുകളുടെ സാന്നിധ്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അന്തിമ ഫലത്തിലും അത് പ്രകടമാകുമെന്ന് തന്നെയാണ്. ചില റിബലുകളെങ്കിലും ജയിച്ചു വരുവാനുള്ള സാധ്യത പോലും കൊച്ചിയിൽ കാണുന്നുണ്ട്. ആദ്യ ഘട്ടത്തിൽ കൊച്ചിയിൽ ലീഡ് നേടുവാൻ UDFന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ലീഡ് ഇല്ല. അതുമാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ സ്ഥിതി മോശമാകുമോ എന്ന രീതിയിൽ പോലും കൊച്ചി കോർപ്പറേഷൻ. മഞ്ജുഷിത, കോഴിക്കോട് കോർപ്പറേഷൻ ചാലപ്പുറം വാർഡിൽ NDA സ്ഥാനാർത്ഥി വിജയിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി പറയാനുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ പതിറ്റാണ്ടുകളായി ഇടതുകോട്ടയായി നിലനിൽക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ചാലപ്പുറം വാർഡിൽ NDA സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. CMPക്ക് സീറ്റ് വിട്ടു നിൽക്കുന്ന വിവാദമുണ്ടായിരുന്ന ഒരു വാർഡാണ്. മണ്ഡലം പ്രസിഡന്റ് വിമതനായി മത്സരിച്ചിരുന്നു. നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസ് വിട്ടിരുന്നു എന്നുള്ളിടത്താണ് ഇവിടെ ഇതാ കോഴിക്കോട് കോർപ്പറേഷനിൽ ചാലപ്പുറം വാർഡിൽ NDA വിജയക്കൊടി പാറിക്കുന്നു എന്നുള്ളതാണ്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിജയികളുടെ പട്ടിക കൂടി നമുക്ക് പ്രേക്ഷകരുമായി വളരെ പെട്ടെന്ന് പങ്കുവയ്ക്കുമ്പോൾ വാർഡ് 1 UDF നേടിയിരിക്കുന്നു. KK ജാഫർ ആണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ വാർഡ് 1 വിജയിച്ചിട്ടുള്ളത്. വാർഡ് 2 UDFന്റെ തേരോട്ടമാണ് കാണുന്നത്. CK റഹമത്തുള്ളയാണ് അവിടെ വിജയിച്ചത്. വാർഡ് 3 LDFന് മുഹമ്മദ് മുറിയാനാവി ആണ് അവിടെ വിജയിച്ചത്. വാർഡ് 4 LDFന്റെ സേതു വിജയക്കൊടി പാറിക്കുന്നു. വാർഡ് 25 LDFന്റെ തന്നെ KV സുജിത വിജയിച്ചു. വാർഡ് 26 UDFന്റെ ഗ്രേസി സ്റ്റീഫനാണ് വിജയിച്ചിട്ടുള്ളത്. 27-ാം വാർഡിൽ പടന്നക്കാട് UDFന്റെ അബ്ദുള്ള എന്ന സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഒരു മേൽക്കൈ UDFനും അതോടൊപ്പം തന്നെ ഇഞ്ചോടിഞ്ച് എന്ന നിലയിൽ LDF മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മഞ്ജു, ഏറ്റവും പ്രധാനപ്പെട്ടത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ UDFന്റെ മുന്നേറ്റമാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തിരികെ പിടിക്കുവാൻ UDFന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വാർത്ത കൂടിയാണ് കോട്ടയത്ത് നിന്ന് വരുന്നത്. ജില്ലാ പഞ്ചായത്തിൽ വലിയ രീതിയിൽ, അത് നിസ്സാരമായ ഒരു കാര്യമല്ല, ജില്ലാ പഞ്ചായത്തിൽ UDFന്റെ വലിയ മുന്നേറ്റമാണ്. ഇപ്പോൾ 19 UDF ജയിച്ചു, ഒരിടത്ത് LDF എന്നുള്ളതാണ്. 19 UDF ഒരിടത്ത്, അതായത് 23-ൽ 19 ലീഡ് എന്ന് പറയുന്നത് UDFനാണ്. അത് വലിയ കാര്യമാണല്ലേ അവരെ. ഇതാ വീണ്ടും കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള BJPയുടെ വിജയം. കൊച്ചി കോർപ്പറേഷനിലെ ആദ്യ ജയം BJPക്ക് എന്നതാണ് പങ്കുവെക്കേണ്ടത്. അവിടെ വലിയ മുന്നേറ്റം UDFന് ഉണ്ടാകുമെന്ന് ഇത്തവണ പ്രതീക്ഷിച്ചു. അതായത് അവിടെ തോറ്റത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവായ ആന്റണി കുരിത്തറയായിരുന്നു അവിടെ മത്സരിച്ചിരുന്നത്. തോറ്റു അല്ലേ? അതായത് കൊച്ചി കോർപ്പറേഷനിൽ ഐലൻഡ് നോർത്തിൽ പത്മകുമാരി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ ഒരു വാർഡ് യഥാർത്ഥത്തിൽ BJP ഇപ്പോൾ പിടിച്ചെടുത്തു എന്നതാണ് എടുത്തു പറയേണ്ടത്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ പുലർത്തുന്ന ഒന്നല്ല എങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇക്കുറി സീറ്റ് നില മെച്ചപ്പെടുത്തുമെന്ന് വിലയിരുത്തപ്പെടുന്ന കൊച്ചി കോർപ്പറേഷൻ. പക്ഷേ അവിടെ UDFന് എന്തുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാതെ പോകുന്നു? വിമത ശല്യം വലിയ തിരിച്ചടിയാകുന്നു UDFന് എന്ന് പറയുമ്പോൾ അവിടെ LDFന്റെ, പ്രത്യേകിച്ച് വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി കോർപ്പറേഷൻ, അധികാര കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊച്ചി, ആ കൊച്ചി നഗരഹൃദയത്തിൽ എന്തുകൊണ്ട് വേരോട്ടം വ്യാപിപ്പിക്കാൻ ഇപ്പോഴും UDFന് സാധിക്കാതെ പോകുന്നു എന്ന വലിയ ചോദ്യത്തിന് വരും മണിക്കൂറുകളിൽ UDF മറുപടി നൽകേണ്ടതായി. ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമ്മൾ നൽകുന്നതാണ്. അതായത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ മാർ ഇവാനിയോസ് കോളേജിൽ നിന്നുള്ള
തത്സമയ വിവരങ്ങൾ നൽകുമ്പോൾ 21 BJP എന്നുള്ളതാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ അത്രയും വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അപ്ഡേറ്റ് വിവരങ്ങളാണ് ഇത്. 21 BJP എന്നുള്ളതാണ്. 21 BJP ജയിച്ചു എന്നുള്ളതാണ് അല്ലെ, ഇത് ലീഡല്ല, ജയിച്ചു എന്നുള്ളതാണ്. അത് അതിപ്രധാനമാണ്. അത് മാത്രമല്ല, ഒരു സീറ്റിൽ ഒരു സ്വതന്ത്രനും ജയിച്ചിട്ടുണ്ട്. കണ്ണമൂല വാർഡിൽ ഒരു സ്വതന്ത്രനും ജയിച്ചു. അങ്ങനെ വരുമ്പോൾ അതിനിർണായകമായി മാറുകയാണ്. LDF ആകട്ടെ 16, അതായത് 5 സീറ്റിന്റെ വ്യത്യാസം ഇപ്പോഴും തിരുവനന്തപുരത്ത് BJPക്കുണ്ട്. UDFന് 6 സീറ്റിലെ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതുമുണ്ട്. പക്ഷേ UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ ഇനിയുമുണ്ട്. അവർ കണക്ക് കൂട്ടുന്നത് 15 മുതൽ 20 സീറ്റുകൾ വരെയാണ് തിരുവനന്തപുരത്ത്. അങ്ങനെ വരികയാണെങ്കിൽ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് തിരുവനന്തപുരം വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയും LDFന്റെയും UDFന്റെയും ശക്തി കേന്ദ്രങ്ങൾ എണ്ണാനുണ്ട്, BJPയുടെയും ഉണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ ഈ സൂചിപ്പിക്കുന്നത് പോലെ സ്വതന്ത്രരായി മത്സരിച്ചവർ ഒരുപക്ഷെ നിർണായകമാകാൻ പോകുന്നു തലസ്ഥാനത്തെ എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്ത് വ്യക്തമായ ഒരു മേൽക്കൈ വിവിധ മുന്നണികൾക്ക് നേടാൻ സാധിക്കാതെ പോകുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മഞ്ജുഷ ഈ NDAയുടെ കുതിപ്പ് തുടരുകയാണെങ്കിൽ മറുഭാഗത്ത് ഒരു അലയൻസിലേക്ക് പോകുവാനും അങ്ങനെ BJPയെ പുറത്തിരുത്തുവാനുമുള്ള നീക്കങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ നമുക്ക് കാണേണ്ടതായി വരും. അവിടെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്ത് നിർണായകമാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് കൊച്ചിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ വിജയം വരുമ്പോൾ അത് BJPക്ക് അനുകൂലമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അത് BJPയുടെ സിറ്റി സീറ്റ് ആയിരുന്നു എന്നതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരുത്തറയായിരുന്നു അവിടെ മാറ്റുരച്ചത് എന്നതുൾപ്പെടെയാണ് എതിരാളിയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. പന്തളം നഗരസഭയിൽ BJPയുടെ മുന്നേറ്റം എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. 3, 5, 6 വാർഡുകളിൽ BJP വിജയിച്ചിരിക്കുന്നു. വാർഡ് 1, 2 എന്നീ വാർഡുകളിൽ UDF വിജയിച്ചിരിക്കുന്നു. വാർഡ് 4-ൽ LDF എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരമായി പങ്കുവയ്ക്കാൻ സാധിക്കുക. മഞ്ജുഷ്, ഇതാണ് ഏറ്റവും പുതിയ വിവരം. നമുക്ക് ശ്രദ്ധ മുഴുവൻ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാം. തിരുവനന്തപുരത്ത് ഇപ്പോഴും BJPയുടെ ലീഡാണ്. 21 BJP ജയിച്ചിരിക്കുന്നത്. അതേസമയം 16 ഇപ്പോൾ LDF, 8 UDF. 21, 16, 8, 1 എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. ഒരിടത്ത് സ്വതന്ത്രരാണ്. അങ്ങനെ അതിനിർണായകമായ തിരുവനന്തപുരത്ത് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ, അഭിലാഷ് സ്വാഭാവികമായിട്ടും 51 കിട്ടിയില്ലെങ്കിൽ 51 പോരാ. കാരണം ഒരിടത്ത് ഇലക്ഷൻ നടന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 101, 52 തന്നെ വേണം ഇല്ലേ. അങ്ങനെ അല്ല, 51 മതി. 51 പോരാ, 52 സീറ്റുകൾ ജയിക്കണം. അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ മറ്റാരുടെയും പിന്തുണ കിട്ടില്ല. കാരണം UDFും LDFും ചേർന്ന് സ്വാഭാവികമായിട്ടും 50-ലധികം സീറ്റുകൾ ഉണ്ടാവും. അതാണ് പുറത്തു നിന്ന് പിന്തുണച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ അധികാരത്തിലിരിക്കുന്ന ഒന്നുകിൽ LDF, അവിടെ LDFന് തന്നെയാണ് അധികാര സാധ്യത. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു മാർജിനിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഡേറ്റകൾ വെച്ചുകൊണ്ട് എത്താൻ സാധിക്കില്ല എന്നത് ഉറപ്പാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതാ മറ്റു റിസൾട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDFന്റെ മുന്നേറ്റം എന്നുള്ളതാണ്. UDF 10 മുന്നേറുമ്പോൾ ഒരു സീറ്റിൽ മാത്രമാണ് LDFന് മേൽക്കൈ നേടാൻ സാധിക്കുന്നത് എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് കൂടുതൽ നൽകി അവരെ കൂടെ നിർത്തിയ LDFന് വലിയ തിരിച്ചടിയാണ്. അതും കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തിയെ പോലും ചോദ്യം ചെയ്യുന്ന ഒന്നായി കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഫലം പോകും എന്നുള്ള കാര്യത്തിൽ സംശയം. 23 വാർഡുകളാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ളത്. അതിലെ ഫലം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് 11. ഇനിയും 12 വാർഡുകളുടെ ഫലം വരേണ്ടതുണ്ട്. അപ്പോഴും UDFന്റെ ഒരു സർവാധിപത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നു. 10 ഇടങ്ങളിൽ UDFന്റെ മുന്നേറ്റം തുടരുകയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഒരിടത്ത് മാത്രമാണ് LDFന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഇത്തവണ UDFനൊപ്പം നിൽക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകൾ ആണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കോഴിക്കോട്